സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 88 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷം ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷം 1792 ആണ്. 1792. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം ഏതാണ്? മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929 ആണ്. 1929. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാടാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പാലക്കാട്. 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ വനിത ആരാണ്? മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് എന്ന്? തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് 1949 ജൂലൈ 1. 1949 ജൂലൈ 1. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഓപ്ഷൻ സി ആണ്, ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരാണ്? സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ സിദ്ധു കാനു എന്നിവരാണ്. സിദ്ധു കാനു എന്നിവരാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്ച കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്ച കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് TH ബേബർ ആണ്. TH ബേബർ. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം? കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905 ആണ്. 1905. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക നേതാവ് ആര്? ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ. പൂനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏതു പേരിലാണ്? പൂനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലാണ്? സാവിത്രി ബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി. സാവിത്രി ബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. അടുത്ത ചോദ്യം,
ഭരണഘടനാ ഭേദഗതികളെയും വകുപ്പുകളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവനകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1976 42 ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അനുച്ഛേദം 24 കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പാർലമെന്റ് അംഗീകരിച്ചു. ഭരണഘടനയുടെ ഭാഗം 4A നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 1976 42 ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അനുച്ഛേദം 24 കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പാർലമെന്റ് അംഗീകരിച്ചത്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 4 ഭാഗം 4A ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലിക കടമകൾ ആണ്. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2020 നഞ്ചിയമ്മയ്ക്കാണ്. ഓപ്ഷൻ സി നഞ്ചിയമ്മ. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആരാണ്? വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആരാണ്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ EK ജാനകി അമ്മാൾ. ഓപ്ഷൻ ബി EK ജാനകി അമ്മാൾ. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 15. ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 15. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല? വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. മലപ്പുറം. അടുത്ത ചോദ്യം, കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആരാണ്? കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. വാറൻ ഹേസ്റ്റിങ്സ്. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആര്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ്. കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലക്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബാലഗംഗാധര തിലക്. ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷോം പ്രകാശ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓപ്ഷൻ എ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ രേഖാംശ വ്യത്യാസം എത്ര? ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ രേഖാംശ വ്യത്യാസം 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ മലയാള നോവൽ ഏതാണ്? ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ. ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ. സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം? സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ. ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയായിരുന്നു?
ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 11. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഏതാണ്? ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഹിമാലയം. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. എം വിശ്വേശ്വരയ്യ. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം ഏതാണ്? വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതി. രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവ വിശ്വാസത്തിനുമെതിരെ നിലകൊണ്ടു. രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ നൽകിയവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. ഇന്ത്യ ഗവൺമെന്റ് മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ്. കസ്തൂർബ ഗാന്ധി. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതു പിള്ള. ജസ്റ്റിസ് പരീതു പിള്ള. അമിനോ ആസിഡുകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ 20 തരം അമിനോ ആസിഡുകൾ ആവശ്യമാണ്. ഇതിൽ 9 എണ്ണം എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്ന് അറിയപ്പെടുന്നു. എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ശരീരത്തിന് ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകം പക്ഷി സങ്കേതമാണ്. കുമരകം പക്ഷി സങ്കേതം. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏത്? യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക് ഏതാണ്? മുദ്ര ബാങ്ക് ആണ്. മുദ്ര ബാങ്ക്. ഐസോടോപ്പുകൾ കണ്ടെത്തിയതാരാണ്? ഐസോടോപ്പുകൾ ഫെഡറിക് സോഡി. ഫെഡറിക് സോഡി. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ സുൽത്താൻ ബത്തേരി, മാനന്തവാടി. സുൽത്താൻ ബത്തേരി, മാനന്തവാടി. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം? കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010 2010. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കബനി നദി. MT വാസുദേവൻ നായർ ജ്ഞാനപീഠ അവാർഡ് നേടിയ വർഷം ഏതാണ്? MT വാസുദേവൻ നായർ ജ്ഞാനപീഠ അവാർഡ് നേടിയ വർഷം 1995. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1995. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആണ് അനുച്ഛേദം
350A ആണ്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിലെ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനം സൗകര്യം ഏർപ്പെടുത്തണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 350A. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ രചിച്ചത് ആര്? ഇന്ത്യ ഇൻ ട്രാൻസിഷൻ MN റോയ് ആണ്. മാനവേന്ദ്രനാഥ് റോയ്. MN റോയ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പ് ഏതാണ്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഓപ്ഷൻ സി ഡ്യൂട്ടീരിയം. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് ആരാണ്? ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്രന്ഥി. കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാടാണ്. വയനാട്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ അസിമുള്ള ഖാൻ ആണ്. അസിമുള്ള ഖാൻ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ആണ്. കോർട്ടിസോൾ. തീരദേശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി 1. ഫെബ്രുവരി 1. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ചത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണൻ. പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതു മേഖല ഏതാണ്? ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതു മേഖല ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം എന്നാണ്? രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 30 ആണ്. നവംബർ 30. ധാതു മിയാന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം ഏതാണ്? ധാതു മിയാന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം ഫറൈസി കലാപം. ഫറൈസി കലാപം. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? നാനാ സാഹിബ് ധോണ്ടു പാന്ത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ധോണ്ടു പാന്ത്. ഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര് എന്താണ്? ഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര് സുഷമ സ്വരാജ് ഭവൻ. സുഷമ സ്വരാജ് ഭവൻ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത് റോബർട്ട് മില്ലിക്കൺ. റോബർട്ട് മില്ലിക്കൺ. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴ.
ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിന്റെ പ്രശസ്തമായ കപ്പൽ ഏതാണ്? INS തരിണിയാണ്. INS തരിണി. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചു. യോഗക്ഷേമ സഭയുടെ സ്ഥാപനത്തിന് VT ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകി. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിനായി ഐസ്ലാൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഹിമാലയൻ പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന പുൽമേടുകളെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ ബുക്യാൽ എന്നറിയപ്പെടുന്നു. കാശ്മീർ ഹിമാലയത്തിൽ ഇത്തരം പുൽമേടുകൾ മാർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി 1, 2 എന്നിവ ശരിയാണ്. ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ ബുക്യാൽ എന്നറിയപ്പെടുന്നു. കാശ്മീർ ഹിമാലയത്തിൽ ഇത്തരം പുൽമേടുകൾ മാർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നംജ ബർവയെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടിയാണ് നംജ ബർവ. നംജ ബർവയുടെ ഉയരം 7756 മീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 എന്നിവ ശരിയാണ്. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടിയാണ് നംജ ബർവ. നംജ ബർവയുടെ ഉയരം എത്രയാണ്? 7756 മീറ്റർ. അടുത്തിടെ ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതാണ്? ഒസേലോട്ട് ആണ്. ഓപ്ഷൻ സി ഒസേലോട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഡൽഹി മെട്രോയാണ്. ഡൽഹി മെട്രോ. മംഗൾയാൻ 1ന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? മംഗൾയാൻ 1ന്റെ വിക്ഷേപണ വാഹനം PSLV C-25. PSLV C-25. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന ചരിത്രപ്രസിദ്ധമായ മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം. ഓപ്ഷൻ എ ആണ് വൈകുണ്ഠ സ്വാമികളുടേതാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കോട്ടയം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് PG ആണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം PG. മുത്തശ്ശി എന്ന പേരിൽ പ്രശസ്തമായ നോവൽ എഴുതിയതാരാണ്? മുത്തശ്ശി എന്ന നോവൽ എഴുതിയത് ചെറുകാടാണ്. ഗോവിന്ദ പിഷാരടി. ചെറുകാട് ഗോവിന്ദ പിഷാരടി. എൻ മഗജി എന്ന നോവൽ എഴുതിയതാരാണ്? എൻ മഗജി എന്ന നോവൽ എഴുതിയത് അംബികാസുധൻ മങ്ങാട്. വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് നടന്ന ജാഥ ഏതാണ്? വൈക്കം സത്യാഗ്രഹം സവർണ ജാഥയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സവർണ ജാഥ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന ഊർജ ഉൽപാദന രാസപ്രവർത്തനം ഏത്? അണു സംയോജനം. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ. കാമിനി റിയാക്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാമിനി റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് കൽപ്പാക്കമാണ്. കൽപ്പാക്കം. കാർഷിക വിളകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. നെല്ല്, പരുത്തി, ചോളം എന്നിവ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഫെബ്രുവരിയിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ. വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വെള്ളരി, തണ്ണിമത്തൻ എന്നിവ സെയ്ദ് വിളകളിൽ ഉൾപ്പെടുന്നു.
ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം. തിരുവനന്തപുരം കോർപ്പറേഷൻ 1940. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ ജന്മദേശം വെങ്ങാനൂരാണ്. വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. വിറ്റാമിൻ സിയുടെ രാസനാമം. വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. നീന്തി നീങ്ങാൻ ബാക്ടീരിയയെ സഹായിക്കുന്ന ചലനാവയവം ഫ്ലാഗല്ലയാണ്. ഫ്ലാഗല്ല. ഓപ്ഷൻ സി ഫ്ലാഗല്ല. ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ബ്രിട്ടീഷുകാരും വേണാടും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി 1723. ചതുപ്പ് പനി എന്നറിയപ്പെടുന്ന രോഗം. ചതുപ്പ് പനി മലേറിയയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മലേറിയ. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് മാഡം ഭിക്കാജി കാമ. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. അവസാനത്തെ ചോദ്യം. ധരാതലീയ ഭൂപടങ്ങളിലെ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത്. ചുവപ്പ് നിറം പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്